കിഴക്കൻ ഡൽഹിയിൽ പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. പ്രതിക്കായുള്ള പോലീസിന്റെ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രീത് വിഹാറിലാണ് സംഭവം നടക്കുന്നത്. ഇന്ന് പുലർച്ചെ തന്റെ സഹോദരൻ പരസ് നയ്യാറിനെ കാണാൻ നോയിഡയിൽ നിന്നെത്തിയതായിരുന്നു 34-കാരനായ പങ്കജ് നയ്യാർ. എന്നാൽ അവിടെ വെച്ച് പ്രദേശത്തെ താമസക്കാരനായ ഗൗരവ് ശർമ്മയുമായി പാർക്കിങ്ങിനെ ചൊല്ലി തർക്കത്തിലാവുകയായിരുന്നു. പോലീസ് പറയുന്നതനുസരിച്ച് ശർമ്മയ്ക്ക് ഒരു BMW-വും ടൊയോട്ട ഫോർച്യൂണറും സ്വന്തമായിട്ടുണ്ട്. അവിടെ വാടകയ്ക്കായിരുന്നു ശർമ്മ താമസിച്ചിരുന്നത്. എന്നാൽ ഒരു വാഹനത്തിന് മാത്രമേ അവിടെ പാർക്കിംഗ് സ്ഥലം അനുവദിച്ചിരുന്നുള്ളൂ. ശർമ്മയുടെ BMW കാർ നേരത്തെ തന്നെ ആ സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നു. ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്താണ് പങ്കജ് തന്റെ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. രാത്രി വൈകി ശർമ്മ വീട്ടിലെത്തിയതോടെ തന്റെ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ വന്നതോടെയാണ് തർക്കം ആരംഭിച്ചത്. को लेकर सुबह मेरे कजन और नीचे किराएदार रहता है उसके गौरव शर्मा उनके बीच में कुछ बात हुई है. वो पहले गाली गलौज करने लगा, नशे में बिल्कुल धुत था वो बंदा, और आकर उसने उल्टा ही पहले बोला और फिर मेरा कज़न नीचे उतर आया. दो कज़न है मेरे, पारस और पंकज, वो नीचे उतर आए. तो लोगों ने झगड़े को यहाँ आके निपटा दिया. और हम लोग भी शरीफ आदमी हैं, हम लोग भी झगड़े को ज़्यादा खींचते नहीं हैं. उसके बाद वो फिर थोड़ी देर बाद फिर आया और प्री प्लान से आया. उसके बाद उसके साथी भी थे, उसने आके फिर गाली गलौज करना शुरू कर दिया. तो गाली गलौज की बात सुनकर मेरे कज़न जो है दोनों नीचे उतर आए. उसने पहले हाथापाई करी और फिर मेरे पंकज नैयर को गोली मार दी. उसकी यहीं पे डेथ हो गई. पुलिस आरोपी को फरार बता रही है कि सारे आरोपी फरार चल रहे हैं, क्योंकि उसके साथ गौरव के साथ और भी बंदे थे. ഇരു സഹോദരന്മാരും ശർമ്മയും തമ്മിലുള്ള തർക്കം വളരെ പെട്ടെന്നായിരുന്നു വളർന്നത്. വഴക്കിനിടെ ശർമ്മ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് പങ്കജിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വെടിയേറ്റയുടൻ പങ്കജ് നയ്യാർ സംഭവസ്ഥലത്ത് കുഴഞ്ഞു വീണു. വിവരമറിഞ്ഞ് പോലീസ് എത്തി പങ്കജിനെ സമീപത്തെ മാലിക് റാഡ്സ് ഹെൽത്ത് കെയർ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പങ്കജ് അപ്പോഴേക്കും മരിച്ചിരുന്നു. വെടിയുതിർത്തതിന് പിന്നാലെ തന്നെ ശർമ്മ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. നിലവിൽ അയാൾ ഒളിവിലാണ്. ഭാരതീയ ന്യായ സംഹിത, ആയുധ നിയമം എന്നിവയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം പ്രീത് വിഹാർ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികളെ എത്രയും വേഗം കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഡൽഹിയിൽ ഒരു അച്ഛനെയും മകനെയും അയൽക്കാരൻ കുത്തി കൊലപ്പെടുത്തി. സാമ്പത്തിക തർക്കത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം. ദക്ഷിണ ഡൽഹിയിലെ അലക്നന്ദ പ്രദേശത്തെ ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ വെച്ചാണ് 62 വയസ്സുകാരനായ രാകേഷ് സൂദും അദ്ദേഹത്തിന്റെ 27 വയസ്സുള്ള മകൻ കരൺ സൂദും ദാരുണമായി കൊല്ലപ്പെടുന്നത്. വൈകുന്നേരം 6 മണിയോടെയാണ് ഇരുവരുടെയും അയൽക്കാരനായ പ്രതി ആസാദ് ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലെത്തിയ ആസാദും കരണും തമ്മിൽ പിന്നീട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് തർക്കമായി. ആ തർക്കത്തിനൊടുവിൽ ആസാദ് തന്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കരണിനെ ആക്രമിച്ചു. ആക്രമണത്തിനിടയിലേക്ക് തന്റെ മകനെ രക്ഷിക്കാനായി രാകേഷ് സൂദും ഇടപെട്ടതോടെ ഇരുവരെയും ആസാദ് ക്രൂരമായി കുത്തി പരിക്കേൽപ്പിച്ചു. ഇതേസമയം ഈ സംഭവമൊക്കെ കണ്ടുനിന്നിരുന്ന ഇവരുടെ ബന്ധുവായ രാഹുലിനും ഈ ആക്രമണത്തിൽ പരിക്കേറ്റു. സംഭവത്തിൽ റെസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ സെക്യൂരിറ്റിയുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. 6:30 पौने 7 के बीच की घटना है सर. हम लोग गेट में थे तो एक डिलीवरी बॉय ने जा कर के हमको गेट में बताया कि डॉक्टर साहब एम्बुलेंस मंगवाइए जल्दी से. तो हमने कहा क्या हो गया? का अंदर चाकूबाजी, किसी के चाकू मार दिया. तो हम दौड़ करके गेट से आप
आए तो करण नीचे यहाँ पर पड़ा हुआ था, उससे ब्लड निकल रहा था और ऊपर से उनके पापा को ला रहे थे, उनकी भी चाकू वाकू लगी थी। और इसके बाद हमने उनको गाड़ी में बैठाला है और अस्पताल ले गए सर। ये उनके पापा बिल्डर थे और करण अकेले लड़का है, 2 बहनें हैं उनकी। बहन शायद एडवोकेट है, वो शायद उनके बुआ का लड़का है। उनके बुआ का लड़का आया हुआ था घर पे, तो उनके बुआ के लड़के के यहाँ രാത്രി 9:30 വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുന്നത്. പോലീസ് എത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അച്ഛനെയും മകനെയുമാണ് അവർ കാണുന്നത്. ഉടൻ തന്നെ 3 പേരെയും മാക്സ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാകേഷും കരണും അല്പസമയത്തിനകം തന്നെ മരണപ്പെട്ടു. കഴുത്തിനും മറ്റ് ശരീരഭാഗങ്ങളിലുമേറ്റ ആഴത്തിലുള്ള മുറിവുകളായിരുന്നു ഇരുവരുടെയും മരണകാരണം. ബന്ധുവായ രാഹുൽ ഇപ്പോഴും ചികിത്സയിലാണ്. പ്രതിയായ ആസാദ് സിദ്ദിഖിയുമായി നേരത്തെ ഉണ്ടായിരുന്ന തർക്കങ്ങളെ തുടർന്നുണ്ടായ ദീർഘകാല ശത്രുതയാണ് സംഭവത്തിന് കാരണമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ തന്നെ പ്രതിയായ ആസാദ് സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു. ആക്രമിക്കപ്പെട്ട രാഹുലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 3 പേരെയും ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ തന്നെ പോലീസ് അയാൾക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം നിരീക്ഷിച്ച പോലീസ് അധികം വൈകാതെ തന്നെ ആസാദ് രക്ഷപ്പെട്ട വഴിയും കണ്ടെത്തി. വൈകാതെ തന്നെ ഇയാളെ പിടികൂടുകയും ചെയ്തു. कल दक्षिण जिले के थाना CR पार्क में हमें करीब 9:20 पे 17 तारीख को सूचना मिली कि 2 विक्टिम्स हैं जो कि मैक्स सुपर स्पेशलिटी हॉस्पिटल में ब्रॉड डेड डिक्लेयर किए गए हैं, और जो तीसरे विक्टिम हैं जो सर्वाइवर हैं वो उनके रिलेटिव हैं और उनका इलाज मैक्स में जारी था। जो विक्टिम है सर्वाइवर, उनका जब स्टेटमेंट लिया गया तो पता चला कि जो अक्यूज्ड है असद सिद्दीकी, वो आरोपी ने करीब 6 बजे जो तीनों विक्टिम्स हैं उनको स्टैब किया था। और इस स्टेटमेंट के तहत उपयुक्त धाराओं में पुलिस स्टेशन CR पार्क में FIR दर्ज की गई है। जो दक्षिण जिले की टीम्स हैं, चाहे CR पार्क थाने की हो चाहे जो स्पेशल टीम्स हैं, उन्होंने बहुत मेहनत की और टेक्निकल सर्वेलेंस और डिजिटल फुटप्रिंट और मैनुअल इंटेलिजेंस के थ्रू जो आरोपी है असद सिद्दीकी, इसको गिरफ्तार कर लिया। और जिस गाड़ी का आरोपी ने प्रयोग किया था सीन ऑफ क्राइम से भागने के लिए, उसको भी कब्जे में ले लिया गया है। जो मोटिव ऑफ ऑफेंस है वो पैसे की लेन देन बताया जा रहा है, और जो आरोपी है इसके ऊपर पहले भी 2005 में पुलिस स्टेशन संगम विहार में एक FIR दर्ज है। കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.